ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ജനങ്ങൾ തൂത്തെറിഞ്ഞത് പട്ടിണിപ്പാവങ്ങളുടെ ചോരപ്പണം തുരന്നെടുത്തവരെ. ഇപ്പോഴും പൂരവും കിരീടവുമൊക്കെ സംസാരിക്കാതെ മുഖ്യമന്ത്രിയും സർക്കാരും സംസാരിക്കേണ്ടത് കരുവന്നൂരിനെ കുറിച്ചാകട്ടെ. BJPയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തുന്നത്. അദ്ദേഹം പറയുന്നത് തൃശൂരിലെ BJPയുടെ വിജയം ഇപ്പോഴും CPMന് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയും സർക്കാരും പൂരവും കിരീടവും ഒക്കെ സംസാരിക്കാതെ കരുവന്നൂരിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ തയ്യാറാകും. അക്കാര്യത്തിൽ മാത്രം ജനങ്ങൾക്ക് ഉത്തരം നൽകൂ. ജനങ്ങൾക്ക് സാന്ത്വനം നൽകാൻ കഴിയണം. അങ്ങനെ ജനങ്ങളെ സാന്ത്വനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് മാത്രമാണ്. കേരളത്തിന്റെ സ്വപ്നവും ആഗ്രഹവും മോഹവുമെല്ലാം ഉയർത്തിക്കാട്ടുകയാണ് BJP. 2-ൽ നിന്നും 8-ലും 80-ലും എത്തി. ഇപ്പോൾ രാജ്യത്ത് ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് BJP തുടക്കം കുറിക്കുമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സമാന മതവിചാര ചിന്താഗതിയുള്ളവർക്കും സുരേന്ദ്രൻ വയറ് നിറച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനോട് താനും പൂർണ്ണമായി യോജിക്കുന്നു. എല്ലാത്തിനും ഒരു ദൈവികത ഉണ്ട് എന്ന് തന്നെയാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത്. അതേസമയം സനാതന ധർമ്മം അശ്ലീലമാണെന്ന് പറഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കേസെടുക്കണം എന്ന് തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്തരം പരാമർശത്തിലൂടെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളെയും ഭാരത സംസ്കാരത്തെയുമാണ് ഗോവിന്ദൻ അപമാനിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സനാതന ധർമ്മത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ഗോവിന്ദന്റെ പ്രസ്താവനയും ഒരേ ദിശയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. മതതീവ്രവാദികളെ സന്തോഷിപ്പിക്കലാണ് ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് CPM ലക്ഷ്യമിടുന്നത്. ഇന്ത്യ മുന്നണി നേതാക്കൾ സനാതന ധർമ്മത്തെ ആക്രമിക്കുന്നത് തുടരുകയാണ്. നേരത്തെ DMKയും പിന്നീട് ശക്തി സങ്കല്പത്തെ അവഹേളിച്ച് രാഹുൽ ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ മറ്റൊരു സഖ്യകക്ഷിയായ CPMും അത് തുടരുകയാണ്. ഈ നാടിന്റെ സംസ്കാരം അശ്ലീലമാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടുകാർ CPMനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത്. രാജ്യത്ത് ഉപ്പുവെച്ച കലം പോലെയായ CPMാണ് ഏറ്റവും വലിയ അശ്ലീലമെന്നാണ് സുരേന്ദ്രനും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.